നമ്മുടെ ടീം മെമ്പേഴ്സിനോട് നമ്മൾ സാധാരണയായി പറയാറുള്ള ഒരു വേർഡാണ്, നിങ്ങൾ പുതുതായിട്ട് ഒരു ദിവസത്തിൽ ഒരു 5 ഷോപ്പുകളിലെങ്കിലും പുതുതായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും പരിചയപ്പെടുത്തണം എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിലുള്ളത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല, നമ്മുടെ മാർക്കറ്റിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക്, നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സെറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നിലവിൽ 10, 30, 50 ഷോപ്പുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ 400, 500 ഷോപ്പുകളിൽ ആ ഏരിയയിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാത്തവരോ ഉണ്ടാവും. മുമ്പ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, അവരിപ്പോൾ എടുക്കാത്തവരോ ആയിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ ഈ സ്ഥാപനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മുടെ സർവീസിനെ കുറിച്ചും അറിയിക്കുമ്പോഴാണ് അവർ പിന്നീട് നമ്മുടെ കസ്റ്റമറായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുക്കുക, ഇന്ന് നിർബന്ധമായിട്ടൊരു തീരുമാനം എടുക്കുക. നാളെ മുതൽ ഞാൻ പുതിയ 5 ഷോപ്പിൽ സംസാരിക്കും, എൻ്റെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തും. അത് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ സഹായിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, 5 ഷോപ്പിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ 150 ഷോപ്പുകളിൽ ഒരു മാസത്തിൽ പുതുതായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അതിലെ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ 10%, 15 ഷോപ്പെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുത്താലും നമ്മുടെ വരുമാനത്തിൽ, നമ്മുടെ സാലറിയിൽ വലിയതായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. കസ്റ്റമറോട് സംസാരിക്കാൻ തയ്യാറാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളില്ല, നമ്മൾ തന്നെയാണ്. ഒരു സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ സെയിൽസിൻ്റെ ഇടയിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒരു പുതിയ ഷോപ്പിലേക്ക് സംസാരിക്കാൻ, അങ്ങനെ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒരു 2 മണിക്കൂറോ നമ്മൾ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലിയുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കാൻ തയ്യാറായാൽ അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരാം. 2 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി ഈ മാസത്തേക്കാൾ നല്ല രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് എത്ര വരുമാനം വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളും നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും എല്ലാവരും ശ്രദ്ധിക്കുക. സെയിൽസിൽ നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ വരുമാനം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. പകരം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, ഞാൻ 5 ഷോപ്പിൽ സംസാരിക്കും എന്നുള്ള തീരുമാനമെടുക്കുക. നല്ല തീരുമാനങ്ങൾ എടുക്കൂ, ജീവിതത്തിൽ സക്സസ് ആവും.